കേരളത്തിലെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരം എന്താണ്? മറ്റാളുകളൊക്കെ പെടുന്ന പോലെ, മറ്റു നാട്ടുകാരൊക്കെ പെടുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളിലും പല കേസുകളിലും വരുമ്പോഴാലോ അതിനിപ്പോൾ എന്താ അതുണ്ടാവാം. അത് അല്ലാതെ ഇരയാറ്റുപേട്ട ഒരു സ്വർഗമൊന്നും അല്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കാം. അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നതിന് പകരം എല്ലാം തന്നെ ആ നാടുമായി ബന്ധപ്പെട്ട ഒരു വർഗീയമായ ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇരാറ്റുപേട്ട എന്ന് പറയുന്നത് ഈ ടൗണിൻ്റെ നടുക്ക് ധാരാളം മുസ്ലിം കച്ചവടക്കാരും ധാരാളം കുടുംബങ്ങളും ഒക്കെ ഉള്ളതാണ്. ഈ മലയോര പ്രദേശത്ത് ക്രിസ്ത്യൻ അവർ തന്നെ ഒരു 10-12% അവരുണ്ട്. അതുപോലെ തന്നെ ഹിന്ദു വിഭാഗങ്ങളുണ്ട് 12-12% എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ഒരു സിൻക്രറ്റിക് ആയിട്ടുള്ള ഒരു സമൂഹമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന, അവിടെ ഈ ജനങ്ങൾക്കിടയിലൊന്നുള്ള ഈ പറയുന്ന തരത്തിലുള്ള യാതൊരു പ്രശ്നമില്ല. അപ്പോൾ പക്ഷേ അവിടെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് എന്നുള്ള നിലയ്ക്ക് അവിടെ ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടായേ തീരൂ എന്ന മുൻവിധിയോടുകൂടി അതിനെ കാണുന്ന ആളുകളാണ്. അത് ബോധപൂർവം തന്നെ ആ ബിഷപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. കുട്ടികൾ സൈക്കിളിൽ കൂട്ടി പോകുന്ന സമയത്ത് ബിഷപ്പല്ല ഫാദറിൻ്റെ തട്ടി എന്ന പേരിൽ കേസെടുക്കുന്നു, അവരെ അറസ്റ്റ് ചെയ്യുന്നു. എന്നിട്ടെന്താണ് അത് പരമാവധി അതിനെ ഊതിക്കെത്തിക്കാൻ വേണ്ടി PC ജോർജ് തുടങ്ങിയ ആളുകൾ ശ്രമിക്കുന്നു. അവസാനം മുഖ്യമന്ത്രി പോലും പറയുന്നു അതിൽ തെമ്മാടിത്തമാണ് കാണിച്ചത്, അതിലൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ മാത്രമേ ഉൾപ്പെട്ടിരുന്നുള്ളൂ എന്ന രീതിയിൽ അതിനെ ഏതോ യോഗത്തിൽ മുഖ്യമന്ത്രി പോലും പറയുന്നൊരു സാഹചര്യം. നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കേരളത്തിലെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഈ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അങ്ങനെ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ പരം എന്താണ്? അപ്പോൾ അത് ഇപ്പോൾ മലപ്പുറത്തെക്കുറിച്ച് നമ്മൾ ധാരാളം പറഞ്ഞു കഴിഞ്ഞു. മലപ്പുറം ഒന്നുമില്ലാത്തടത്ത് മലപ്പുറത്തെക്കുറിച്ച് ഒരു പിക്ചർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ധാരാളം കേരളത്തിൽ നടക്കുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെ മറ്റൊരു സ്ഥലത്തെക്കുറിച്ച് ഇത് ഒരു തുടർച്ചയായ പണിയാണ്. നമ്മൾ നേരത്തെ അജിംസ് പറഞ്ഞ പോലെ ഇത് ഇനി ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഒരു ഭരണം മാറിയതുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ പോകുന്നതല്ല. ഇത് അടിത്തട്ടിൽ നല്ല തോതിൽ വ്യാപരിക്കുന്ന ഒരു വിദ്വേഷ പ്രചാരണമാണ് നടക്കുന്നത്. ഈരാറ്റുപേട്ട അതിന് പറ്റിയൊരു സ്ഥലമാണ് എന്ന് കൊണ്ടുപോകും. ഇപ്പോൾ എന്താണ് പറയുന്നത്, വാഗമൺ കേസിനെക്കുറിച്ചും പാനായിക്കുളം കേസിനെക്കുറിച്ചും ഒക്കെ ചേർത്തിട്ടാണല്ലോ പറഞ്ഞത്. പാനായിക്കുളം കേസ് ഇപ്പം മിണ്ടുന്നില്ല, കാരണം എല്ലാവരും കുറ്റമുക്തരാക്കി എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാട്ടില്ല. വാഗമൺ കേസാണ് പിന്നെ പറയുന്നത്. പിന്നെ ഏതൊക്കെയോ കേസുകളൊക്കെയാണ് ഈ ഫേസ്ബുക്കിലൊക്കെ വരുന്ന, ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല. അത്തരം കുറേ കേസുകളുടെ കാര്യത്തിൽ ഈരാറ്റുപേട്ടക്കാരാണ് ഇതിനൊക്കെ ഉത്തരവാദികളെന്ന രീതിയിലാണ് പോസ്റ്റുകളൊക്കെ പോകുന്നത്. എന്തു പറയാനാണ്? അവിടുത്തെ ആ ജനങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കുക, അത് ഏത് വിഭാഗക്കാരായാലും അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ.